ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ വലിയ ടെക്നോളജി സംഭവമൊന്നുമല്ല. ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കരുത്. ഈ ഒരു സാധനത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ടെലിബ്രാൻഡിലൊക്കെ ആൾക്കാർ വായിട്ട് ചലച്ച് വിൽക്കുന്നൊരു സാധനമാണ്. അതായത് പെയിൻറ്റ് സൂം എന്ന് പറഞ്ഞിട്ടൊരു സ്പ്രേ പെയിൻറ്റ് മെഷീനാണ് ഈ സംഭവം. അപ്പോൾ ഞാനിത് വാങ്ങിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്പ്ലെൻഡർ റിന്യൂവൽ ആയിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഹിന്ദി വീഡിയോസൊക്കെ നോക്കി, എങ്ങനെ വണ്ടി പെയിൻറ്റ് ചെയ്യാമെന്ന് നോക്കിയപ്പോൾ ഒരു വൃത്തികെട്ട ഹിന്ദിക്കാരനും അതിലേറെ വൃത്തികെട്ടൊരു മലയാളിയും ഈ ഒരു സാധനം വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു പക്കാ ഫിനിഷിൽ കിട്ടും, മറ്റതാണ് മാങ്ങയാണ്, തേങ്ങയാണ്, ചക്കയാണെന്നൊക്കെ പറഞ്ഞിട്ട് 1700 രൂപ എടുത്തിട്ട് ഞാൻ വാങ്ങിയതാണ് ഈ ഒരു സാധനം. അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് ഇതിന് റിട്ടേൺ പോളിസി ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതാരും വാങ്ങണ്ട. അതെന്താ സംഭവം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് നിങ്ങൾ കാണുക. കാരണം ഈ ഒരു സംഭവം നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്യൂട്ടാണോ, നിങ്ങളുടെ പർപ്പസിന് സ്യൂട്ടാണോ അല്ലയോ എന്ന് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ബോക്സ് ഇങ്ങനെ തന്നെ എനിക്ക് കിട്ടിയത്. കാരണം ഇതിന് പുറത്ത് ആമസോണിൻ്റെ അതേപോലെ ബില്ലും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ഇങ്ങനെ തന്നെ എനിക്ക് കിട്ടിയത്. അവിടെയൊക്കെ കീറിയിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണ് വന്നത് കേട്ടോ. അപ്പോൾ ബോക്സ് മാറ്റി വെക്കാം. അപ്പോൾ ഇത് എവിടുന്ന് തുടങ്ങണം എന്നറിയില്ല. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ പാർട്സ് നോക്കാം. അപ്പോൾ നമുക്ക് ബോക്സിൽ കിട്ടുന്നത് ആദ്യം ഈ ഒരു സംഭവമാണ്. അതായത് ഇതിൻ്റെ ഹെഡാണ്. ഇതാണ് നമുക്ക് സ്പ്രേ പെയിൻറ്റ് ഹെഡായിട്ട് വരുന്നത്. ഇത് പിന്നെ പറയാം. പിന്നെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ കഴുത്തിലിങ്ങനെ തൂക്കിയിടാൻ വേണ്ടി, മെഷീൻ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു എന്താ പറയുക, ഒരു കയറ്. പിന്നെ അതിലേക്ക് നമുക്ക് ആ ഒരു പെയിൻറ്റിനെ ഒഴിക്കാനുള്ള ഒരു കപ്പ്. പിന്നെ അതിൻ്റെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. പിന്നെ ഇതിൽ ചെറിയൊരു ക്ലിപ്പുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് സൈഡ് ഹോൾ അടയുമ്പോൾ അത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു നമ്മുടെ സിം എജക്ടർ ടൂളില്ലേ മൊബൈലിൻ്റെ, അതുപോലത്തെ ഒരു സാധനമുണ്ട്. പിന്നെ രസകരമായ സാധനം എന്ന് പറയുന്നത് ഇതിൻ്റെ മെഷീനാണ്. ഇതാണ് ഇതിൻ്റെ മെഷീൻ വരുന്നത്. വളരെ ചെറിയൊരു മെഷീനാണ് ഇത്. ചൈന മോഡൽ സാധനമാണ്. വാക്യൂം ക്ലീനർ സംഭവം തന്നെയാണ്. വാക്യൂം ക്ലീനർ റിവേഴ്സ് ആക്കിയാൽ എന്താണോ അതാണിത്. ഇതിലൂടെ എയർ ജസ്റ്റ് ഒന്ന് തള്ളാന്നുള്ളൂ. അപ്പോൾ ആകെയുള്ളത് ഒരു ഓണാക്കാനുള്ള ഒരു സ്വിച്ച്, ഓണാക്കാൻ ഓഫാക്കാനുള്ള സ്വിച്ച്. ഭയങ്കര സൗണ്ടാണ് ഈ മോട്ടറിന്. ഭയങ്കര സൗണ്ട്. പിന്നെ പെട്ടെന്ന് ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളിത് നമ്മുടെ കഴുത്തിൽ ബാഗ് ഇടുന്ന പോലെ, സൈഡ് ബാഗ് ഇടുന്ന പോലെ ഇടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു കയറും, എന്താ പറയുന്നതിന്, ഒരു സ്ട്രാപ്പ് അതിനോടൊപ്പം തരുന്നത്. പക്ഷേ ഇതങ്ങനെ നമുക്കിട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മുടെ ഈ ഒരു അരഭാഗം ഉണ്ടല്ലോ നല്ല പോലെ ചൂടാവും ഈ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ മാക്സിമം നിലത്തിട്ട് ചെയ്യാൻ വാങ്ങുന്നവർ മാത്രം. അപ്പോൾ ഇതിലാകുള്ളതൊരു മോട്ടറാണ്. ഈ മോട്ടർ എയറിനെ തള്ളുന്നു. ആ തള്ളണ എയറിനെ ഇതിലേക്ക് എത്തിച്ചിട്ട് ഇതിനുള്ളിൽ നമ്മുടെ പെയിൻറ്റിനെ സ്പ്രേ ആക്കുന്നു. അപ്പോൾ ഇത്രയുള്ളൂ സംഭവം. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്. പിന്നെ പെട്ടെന്ന് ഹീറ്റ് ആവുന്നുണ്ട്. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് വെച്ചാൽ തന്നെ നല്ലപോലെ ഹീറ്റ് ആവുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ഇത് കത്തി പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിന് വാറണ്ടി കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ മെഷീന്. ലൈറ്റ് വെയിറ്റ് ആണ് സംഭവം. വലിയ വെയിറ്റ് ഒന്നുമില്ല. ഒരു വിരലാണ് ഞാൻ പിടിച്ചേക്കുന്നത്. വലിയ വെയിറ്റ് ഒന്നുമില്ല. പക്ഷെ നല്ല ഹീറ്റാണ്, നല്ല സൗണ്ടും ഉണ്ട്. പിന്നെ ഇതിൽ സാധനം വരുമ്പോൾ തന്നെ ഇതിനെ രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു പൈപ്പുണ്ട്. ആ പൈപ്പ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് കിട്ടിയ ആ പൈപ്പ് എന്ന് പറയുന്നത് ഇതൊന്നല്ല, കുറച്ച് നീളം ഉണ്ടായിരുന്നു സംഭവം. ഈ ഒരു അറ്റം നോക്കിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോയിട്ടുണ്ട്. കുറച്ച് ഇത്ര നീളത്തോളം പൊട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്കൊക്കെ ഇങ്ങനെ കണക്ഷൻ ഇവിടെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൈപ്പ് യൂസബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇത് റിട്ടേൺ അയച്ചു കഴിഞ്ഞാൽ പിന്നെ 1800, ഒരു 200 രൂപയുടെ ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ, വാഷിംഗ് മെഷീൻ്റെ ഔട്ട്ലെറ്റ് പൈപ്പ് ഒരെണ്ണം വാങ്ങി വെക്കാനുണ്ടായത്. ഇപ്പോൾ കാണിച്ചു തരാം. വാഷിംഗ് മെഷീൻ്റെ ഔട്ട്ലെറ്റ് പൈപ്പ് വാങ്ങിയിട്ട് അതിൻ്റെ അറ്റത്ത് ആ ഒരു 2 ജോയിൻറ്റ് വെച്ച് കൊടുത്തു. അതിൻ്റെ ജോയിൻറ്റ് ഇങ്ങനൊരു 2 ജോയിൻ്റ് ഉണ്ട്. അതിനകത്ത് 2 കപ്പ് പോലത്തെ സംഭവമുണ്ട്. 2 ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് ഇതിന് പുറത്ത് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത്. പിന്നെ ഇതേപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ആണ്, ഒരു സാധാ പ്ലാസ്റ്റിക് ബോട്ടിൽ. ഏകദേശം ഒരു 800 ml വരെ നമുക്കിത് നിറയ്ക്കാൻ പറ്റും. പിന്നെ ഇത് അതിൻ്റെ പെയിൻറ്റിനെ മേലൊക്കെ എടുക്കണം ആ ഒരു സംഭവം. പിന്നെ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സ്പ്രേൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ചെറിയൊരു ബട്ടൺ ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് 3 രീതിയിൽ ചെയ്യാൻ പറ്റും. 3 രീതിയിൽ, അതായത് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് സ്പ്രേ പെയിൻറ്റ് ഇങ്ങനെ പരന്നാണ് പോകുന്നത്. അതെ, പരന്ന് തന്നെ പോകുന്നത്. അപ്പോൾ നേരെ മറിച്ച് ഇത് ലൂസാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പ്രേ ഇങ്ങനെ പോകും. ഇനി അതല്ല ചെരിഞ്ഞ് വേറൊരു ആംഗിളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു 3 തരത്തിൽ വെക്കാൻ പറ്റും. അതിൻ്റെ റിവ്യൂ ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് അടിച്ച് കാണിക്കുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് വാങ്ങണ്ടാത്തതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത്രയുള്ളൂ സംഭവം. ഇനി എന്തായാലും ഇതൊന്ന് അടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ശരിക്കും ഇതിൻ്റെ അവസ്ഥ മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു സംഭവം നമുക്ക് വണ്ടി പെയിൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫൈനായിട്ടുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു
കോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്ന് പുറത്തേക്ക് വരുന്ന സ്പ്രേ എന്ന് പറയുമ്പോൾ ഒരു സ്പ്രേ ആയിട്ടല്ല, നമ്മൾ മഴത്തുള്ളി ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള മഴത്തുള്ളി ഉണ്ടല്ലോ, അത് നമ്മുടെ കയ്യിലേക്ക് വീഴും നമുക്ക് ഫീൽ ചെയ്യുമല്ലോ, അതേപോലെയാണ്. അപ്പോൾ ഇത് വണ്ടി പെയിൻറ്റ് ചെയ്യാനൊന്നും ഈ സാധനം കൊള്ളൂല. അത് അവർ പറയുന്നത് സംഭവം കൊള്ളുന്നതാണ്, പക്ഷേ ഇത് കൊള്ളുന്നില്ല. എൻ്റെ ഉപയോഗത്തിൽ നിന്ന് ഞാൻ എങ്ങനെ നോക്കിയിട്ട് എനിക്കിത് കൊള്ളൂല. അപ്പോൾ ഇത് വീട് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് സ്വന്തമായിട്ട് വീട് പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാധനം വളരെ യൂസ്ഫുള്ളാണ്, പെട്ടെന്ന് പരിപാടി കഴിയുന്നുണ്ട്. അപ്പോൾ ഞാനിത് വെറും വെള്ളം വെച്ച് ഞാനത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ തിരിച്ചെല്ലാം ഫിറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇതെല്ലാം പഴയ പോലെ തന്നെ എല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പൈപ്പ് ഇത് ഞാൻ കട്ട് ചെയ്ത് വേറെ വെച്ച പൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഹെഡ് ഇതിലേക്ക് നേരെ അവിടെ കുത്തി കയറ്റി വെക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. വലിയ എയർ പ്രഷറൊന്നും ഇതിന് വരുന്നില്ല കേട്ടോ, വലിയ പ്രഷറൊന്നും ഇതിന് വരുന്നില്ല. എന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നേരെ മെഷീനിലേക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. നേരെ ജസ്റ്റ് ഇതേപോലെ മെഷീനിലേക്ക് കണക്ട് ചെയ്താൽ പരിപാടി കഴിഞ്ഞു. ഇത്രയുള്ള സംഭവം വളരെ സിമ്പിളാണ്, ചെറിയൊരു മെഷീനുമാണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഓണാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പവർ കാണണം. ഇത് ഓണാക്കുമ്പോൾ ഇതിൻ്റെ പവർ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഓണാക്കാൻ പോകണം, ഭയങ്കര സൗണ്ടായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല പവറുള്ള എയർ തന്നെയാണ്. ഇനി നേരെ ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിതിലുള്ള പ്രധാന ഡ്രോബാക്ക് വേറെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് എപ്പോഴും എയർ ഫ്ലോ കണ്ടുകൊണ്ടേ പറ്റില്ല. എപ്പോഴും എയർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എയർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം സ്റ്റോപ്പ് ചെയ്യുന്ന ഈ ഒരു പെയിൻറ്റ് ഫ്ലോ മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് വെച്ച് കാണിച്ചു തരാം. ഇനി ഇവിടെ നിന്ന് വൃത്തിയാക്കട്ടെ. ഈ കയ്യിൽ നോക്കിയാൽ തന്നെ ഉണ്ടോ ഒരുപാട് വെള്ളം, അതായത് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റിയ രീതിയിലുള്ള കുറേ വെള്ളം, നല്ല പോലെ വെള്ളം എൻ്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, ഒലിക്കുന്നുണ്ടോ? അപ്പോൾ ഫൈൻ സ്പ്രേസ് ആയിട്ടല്ല ഇത് പോകുന്നത്. അപ്പോൾ എത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം നിങ്ങളുടെ വണ്ടിക്ക് പെയിൻ്റ് അടിക്കാൻ കൊള്ളൂല. ഓക്കെ, അത് പെയിൻറ്റ് വെച്ച് കാണിക്കാത്തത് കാരണം ഞാനിത് റിട്ടേൺ ചെയ്യാൻ പോവാണ്. അതുകൊണ്ടാണ് ഞാൻ പെയിൻറ്റ് വെച്ചത് കാണിച്ചു തരാത്തത്. അപ്പോൾ സംഭവം പിടികിട്ടിയല്ലോ. ഈ ഒരു സംഭവം കൊണ്ട് എന്താണ് നിങ്ങൾക്ക് യൂസ് വരിക എന്നുള്ളത് ഒക്കെ ഒന്ന് ഊരി മാറ്റട്ടെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫൈനായിട്ടുള്ള ഒരു സ്പ്രേ പെയിൻറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സ്പ്രേ പെയിൻ എന്ന് പറയാൻ പറ്റില്ല, പെയിൻറ്റിനോട് തെറിപ്പിച്ച് വിടുന്ന സാധനം എന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് വീടൊക്കെ സാധാ പോലെ പെയിൻറ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് കൊള്ളും. അപ്പോൾ ഇത് നിങ്ങൾ മറ്റുള്ളവരുടെ റിവ്യൂ കണ്ടിട്ട് ഈ സാധനം വാങ്ങിയിട്ട് വണ്ടി പെയിൻറ്റ് അടിക്കാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഫൈനായിട്ടുള്ള ഒരു കറക്റ്റ് റിഫ്ലക്ഷൻ ലെവലിലുള്ള എന്തെങ്കിലും സാധനം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം നിങ്ങൾ വാങ്ങാതിരിക്കുക. ഒരു യൂസും ഇല്ല. ഇതിപ്പോൾ എന്തായാലും നാളെ റിട്ടേൺ പോകും, എനിക്ക് എൻ്റെ പൈസ തിരിച്ച് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ റിട്ടേൺ പോളിസി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് വാങ്ങി നോക്കരുത്. ചിലപ്പോൾ റിട്ടേൺ കിട്ടിയെന്ന് വരില്ല. ഇതെനിക്കെന്തോ ഭാഗമുള്ളതുകൊണ്ട് റിട്ടേൺ കിട്ടി. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ മാക്സിമം വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാങ്ങുകയാണെങ്കിൽ തന്നെ വീട് പെയിൻറ്റ് അടിക്കാൻ, സാധാ പെയിൻറ്റ് അടിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ റിട്ടേൺ കൊടുത്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.